ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് സുപ്രധാനമായ ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ വീഡിയോസ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് നമുക്ക് നടന്ന കാര്യങ്ങളും കൂടാണ് ഈ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ. ശരിക്കും പറഞ്ഞാൽ ധനത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പലതരം രീതികളുണ്ട്. കുറേ രീതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ചിലതെന്ന് പറഞ്ഞാൽ ചിലർക്ക് ശരിയാവത്തില്ല. അതെന്താണ് അങ്ങനെ ശരിയാവാത്തത്? ചില ഈ ന്യൂമറിക്കൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലവർക്ക് അത് ശരിയാവുന്നില്ല, ഞങ്ങൾക്ക് മാത്രം അതിന്റെ ഗുണം കിട്ടുന്നില്ല, മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന്റെ ഏക കാരണം എന്നാന്നറിയാവോ നിങ്ങൾക്ക്? നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിൽ ചിലവർക്ക് ആ ഒരു ഇന്ദ്രിയത്തിന് ധനലക്ഷ്മി സംഖ്യ എന്ന് പറയുന്നത് ചിലവർക്ക് ഉതകത്തില്ല. അവരുടെ എന്തോ ഒരു ഭാഗ്യദോഷം എന്തായിരിക്കും. പക്ഷെ ചിലത് നമുക്ക് കറക്റ്റായിട്ട് യോജിക്കും. ഇത് ഒട്ടുമിക്കവരിലും യോജിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതുവരെ ഇട്ടത് കുറേ ആൾക്കാർക്ക് ഗുണം കിട്ടി, കുറേ ആൾക്കാർക്ക് കിട്ടിയില്ല ചേച്ചി എന്നും പറഞ്ഞൊക്കെ എനിക്ക് കമന്റ് വരാറുണ്ട്. പക്ഷെ ഈ ഒരു വിദ്യ, ഈ ഒരു കാര്യം, ഈ ഒരു ധനലക്ഷ്മി നമ്പർ, സംഖ്യാ നമ്പർ എല്ലാം ഒട്ടുമിക്കവർക്കും ഇത് ചെയ്ത ഗുണം കിട്ടിയിട്ടേ ഉള്ളൂ. ആർക്കും തന്നെ ഇതിൽ നിന്ന് ഗുണം കിട്ടാതിരുന്നിട്ടില്ല. ഒരു പ്രായമുള്ള ഒരു നമ്പൂതിരി പറഞ്ഞ ഒരു കാര്യമാണ് ഇത്. എല്ലാവരുടെ ഇന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഇന്ദ്രിയങ്ങൾ, ഓരോ അവയവങ്ങൾ, ഓരോ രീതികൾ, ഇതിലൊക്കെ ചിലവർക്ക് ചില കാര്യങ്ങൾ ശരിയാവത്തില്ല. പക്ഷെ ഈ ഒരു കാര്യം എല്ലാവർക്കും ശരിയാകും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ കാര്യം. മനസ്സിലായല്ലോ? അപ്പൊ അതെന്താണ് ധനത്തെ നമുക്ക് ആകർഷിക്കാനുള്ള ഒരു കഴിവ് തരുന്ന ഈ ഒരു ധനലക്ഷ്മി സംഖ്യ എന്താണ്, ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. കുറെ ആൾക്കാർ പറയുന്നുണ്ട് എപ്പോഴും ഉണ്ട് പണത്തിന്റെ കാര്യം, ഇതിന്റെ പണമില്ലാതെ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. ഒരു നിസാര കാര്യം മേടിക്കണേ, ഒരു മരുന്ന് വാങ്ങിക്കണമെങ്കിൽ, ഒരു സാധനം മേടിക്കണമെങ്കിൽ, സമൂഹത്തിൽ ഇച്ചിരി ഇതായിട്ട് നിൽക്കണമെങ്കിൽ, മനുഷ്യരുടെ മുമ്പിലൊരു നല്ല രീതിയിലൊന്ന് നിൽക്കണമെങ്കിൽ അതിനൊക്കെ പണം ആവശ്യമല്ലേ? പിന്നെ എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? പണമില്ലാത്തവർ പിണം, അതായത് പണമില്ലാത്തവരെ ആരും ഒരു റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കുന്നില്ല. അത് തെറ്റാണ്. എല്ലാവരും ഒരുപോലെ തന്നെ കരുതണം. എല്ലാവരും പണക്കാരാവണമെന്നില്ല. അത് ഞാൻ അതിനകത്ത് അംഗീകരിക്കുന്നു. എല്ലാവരും ഒരുപോലെ തന്നെ കാണും. എന്താണേലും ഈ ഒരു കാര്യം ചെയ്താൽ ഇനി ആർക്കും പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ എന്താണ് ആ ഒരു ഐഡിയ എന്നുള്ള ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഓടി വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഇതുപോലുള്ള അറിവുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ജയാസ് വെറൈറ്റി വ്ലോഗ് കാണുമെങ്കിലേ മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അപ്പം എന്താണെന്നുള്ള വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന ദിവസം ഒന്നും ഇല്ല ഈ ഒരു കാര്യം ചെയ്യുന്നതിന്. പക്ഷേ നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചാൽ മതി. നമ്മൾ ഈ പറയുന്ന ഒരു പേപ്പർ, ഒരു വെള്ളക്കടലാസ്, ഇത്ര സമചതുരത്തിലുള്ള ഇത്രയുള്ള ഒരു വെള്ളക്കടലാസ്. ഇത് മഞ്ഞൾ കളർ കാണുന്നുണ്ടോ നിങ്ങൾ? ഇത് ഞാൻ എങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കടലാസ് മഞ്ഞളിന്റെ ഇത് കാണാവോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ? മഞ്ഞ കളറായത് കേട്ടോ. മൊത്തം മഞ്ഞളായിട്ട് പിടിക്കത്തൊന്നുമില്ല. ഇത് ഒരു തലേദിവസം രാത്രിയിൽ ഞാൻ ഉണക്കി വെച്ചാട്ടോ. രാത്രിയിൽ ഒന്ന് മഞ്ഞൾ എടുത്തിട്ട് മഞ്ഞളിനകത്ത് മുക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഉണക്കിയെടുക്കാം. അതായത് അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും നിങ്ങൾ വൈകിട്ട് ഉച്ച കഴിഞ്ഞ വീഡിയോ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ, വീഡിയോ അല്ല, ഈ ഒരു കാര്യം ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് മഞ്ഞൾ വെള്ളം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് 3-4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ പേപ്പറിനെ അതിനകത്തോട്ട് മുക്കി വെക്കുക. അത് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടല്ലോ. ഞാനൊരു വലിയ പേപ്പറാണ് എടുത്ത് മുക്കി വെച്ചത്. ഞാൻ അതിനെ കീറി എന്നിട്ട് ഇത്രയാക്കി നമുക്ക് എടുത്താൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം.
കാണിക്കാം, എഴുതി കാണിക്കാം, എങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ എടുത്ത പേപ്പർ ഇതാ കേട്ടോ. ഇതാണ് എൻ്റെ ചതുരത്തിലെ വെള്ള പേപ്പർ തന്നെ അത്യാവശ്യം കേട്ടോ. ഞാൻ അതിൻ്റെ ബാക്കി ഭാഗത്ത് നിങ്ങളെ എഴുതി കാണിക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. ഇപ്പോൾ നമ്മൾ ധനലക്ഷ്മി നമ്പറാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ധനലക്ഷ്മി എന്ന് പറയുമ്പം നമുക്ക് ധനലക്ഷ്മിയുടെ സ്പെല്ലിങ് DHANLAKSHMY. ധനലക്ഷ്മി എന്ന് പേപ്പറിൽ എഴുതി കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. ധനലക്ഷ്മി നമ്പർ എത്രയാണ്? 12. ഇപ്പോൾ ആൾക്കാർ പറയും ചേച്ചി കണക്ക് പഠിപ്പിക്കുകയാണ്. അല്ല, കണക്കൊന്നും പഠിപ്പിക്കുകയല്ല. ഇതാണ് ഇതിനകത്തെ രേഖകൾ എഴുതേണ്ടിയത്. അപ്പോൾ ധനലക്ഷ്മി എന്ന് പറയുമ്പോൾ 12 എന്നുള്ള അക്കമാണ് ധനലക്ഷ്മിക്ക് വരുന്നത്. അതവിടെ കിടക്കട്ടെ 12. ഇതൊന്നും എഴുതേണ്ടതല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നിങ്ങളുടെ പേരെന്നതാണോ, നിങ്ങൾ ഓരോരുത്തരുടെ പേര്. എൻ്റെ പേര് ജയലക്ഷ്മി എന്നാണ്. JAYLAKSHMI. ഐയും വൈയും എഴുതാം കേട്ടോ, ഏതെങ്കിലും ഒന്ന് എഴുതാം. അപ്പോൾ എൻ്റെ നമ്പറിന്, എൻ്റെ പേരിന് എത്ര അക്കമുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 അക്കം. എൻ്റെ 11. അപ്പം ധനലക്ഷ്മി 12ഉം ജയലക്ഷ്മി 11ഉം. നിങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ അക്കം എത്രയുണ്ടെന്ന് നോക്കുക. ദീപ ഇപ്പോൾ എഴുതുവാണെങ്കിൽ ദീപയുടെ അക്കം അക്ഷരങ്ങൾ എണ്ണി നോക്കിയിട്ട് അതിൻ്റെ നമ്പർ എടുക്കണേ. അവനവൻ്റെ പേരിൻ്റെ എഴുതിയിട്ട് നമ്പർ എത്രയെന്ന്. അപ്പോൾ 12ഉം 11ഉം പറഞ്ഞ് നമ്മൾ പ്ലസ് ചെയ്യണം ഇതിനെ. 12 + 11, 2 1 3, 1 1 2, 23 കിട്ടിയില്ലേ. ഇനി ഈ 23നെ നമ്മൾ എന്ത് ചെയ്യണം? 2 + 3 എന്നാക്കണം. 2 അക്കം വരുമ്പം ഇങ്ങനെ ചെയ്യണം. ഒരക്കം ഉള്ളെങ്കിൽ ഒരെണ്ണം എഴുതാം. 2 + 3 5. ഇതാണ് എൻ്റെ ധനലക്ഷ്മി നമ്പർ 5. ഇത്രയും കിട്ടാനാണ് ഞാൻ നിങ്ങളെ ഈ പേപ്പർ കാണിച്ചേക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ വെക്കേണ്ട പേപ്പർ എടുക്കുക. ഇതിൻ്റെ കറക്റ്റ് നടുക്കായിട്ട് 5. ഇത് കറക്റ്റായ കാര്യമാണ്, നിങ്ങൾ ചെയ്യണം കേട്ടോ. 5 എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. ഇനി ഇതിനെ അപ്പം നമ്മൾ അങ്ങനെ 5 എന്ന് എഴുതിയില്ലേ നമ്മൾ. ഇത് നിങ്ങളെ ഇങ്ങനെ കാണിച്ചേ. അതിനെ നമ്മൾ 5 അകത്താണ് എഴുതുന്നത്. അതിനെ നമ്മൾ അകത്താകുന്ന രീതിയിൽ ഇങ്ങോട്ടും മടക്കി ഇങ്ങനെ മടക്കുക. കണ്ടല്ലോ? ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ നമ്മളുടെ പേഴ്സിനകത്താണോ, എവിടാന്ന് വെച്ചാൽ ബാഗിനകത്തോ, നമ്മളെപ്പോഴും കൊണ്ട് നടക്കുന്ന ബാഗോ പേഴ്സോ എന്തെങ്കിലും ഉണ്ടല്ലോ, അതിങ്ങനെ സൂക്ഷിച്ച് അതിനകത്തൊരു കോണി വെച്ചിട്ട് ഒരു 10 രൂപയും കൂടെ ഇതിനൊപ്പം വെക്കുക. ചിലവരെന്നെ എടുക്കുന്നറിയാം, ഇതിനകത്ത് കൊണ്ട് 10 രൂപയും വെച്ചാൽ അതിനത്ര ഗുണം കിട്ടത്തില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10 രൂപ ഇതിനൊപ്പം, ഇത് എവിടാണ് വെക്കുന്നത് ആ ഒരവിടെ തന്നെ 10 രൂപയും കൂടെ നമ്മൾ വെക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേപ്പർ നമ്മുടെ ഉള്ളംകൈയിൽ എത്തുന്ന രീതിയിലുള്ളത് വെക്കുന്ന രീതിയിലായിരിക്കണം കേട്ടല്ലോ. അപ്പം എന്താണേലും അപ്പം നമ്മൾ ഉള്ളംകൈ വെക്കുന്ന രീതിയിലുള്ള ഒരു പേപ്പർ മതി കേട്ടോ ഇത് എഴുതാൻ വേണ്ടി. ഇതിനെ നമ്മുടെ ബാഗിലോ പേഴ്സിലോ എവിടാന്ന് വെച്ചിട്ട് 10 രൂപയും കൂടെ അതിനൊപ്പം വെക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്നോട്ടെ, അത് പിന്നെ എടുത്തൊന്നും കളയണ്ട. നിങ്ങൾക്ക് എവിടുന്നെങ്കിലുമൊക്കെ ധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയ പേപ്പർ എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ധനത്തെ ആകർഷിക്കാനാണ്. ധനലക്ഷ്മി എന്ന് പറയുന്ന മഞ്ഞൾ അതിനകത്തെ മെയിൻ കാര്യം കേട്ടോ. അത് ധനത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. ഞാനിതിപ്പോൾ എന്താണേലും എൻ്റെ ബാഗിൽ കൊണ്ട് 10 രൂപയും കൂടെ കൊണ്ട് വെച്ചിട്ട് ഞാനത് ചെയ്യാൻ പോവാം, ഇത് വെക്കാൻ പോവാം കേട്ടോ. ഇത്രയും കാണിച്ചാലേ, ഇത്ര എഴുതിയതല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലവർക്കൊക്കെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ചിലവർക്കൊന്നും അത് ശരിയായിട്ടില്ല. പക്ഷേ എന്താ അത് ശരിയാകാത്തെ? നമ്മൾക്ക് ചില നാളുകളുമായിട്ട് ചില ജാതകങ്ങളുമായിട്ട് ചില പൊരുത്തങ്ങളൊക്കെ നമുക്ക് വരത്തില്ലേ, നാൾ നോക്കുമ്പോൾ പൊരുത്തമില്ലായ്മ. അത് ഇതിനുമുണ്ട്, ഈ നമ്പേഴ്സിനുമുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാണ്ടല്ലോ ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളിത്
ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്നോട് വന്ന് പറയണം. പറഞ്ഞിട്ട് മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം. ഇതെന്താണെങ്കിലും ഞാൻ ബൈ കൊണ്ടുവെക്കട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.